ഹലോ ഗൈസ്, ഞാനിന്നൊരു പാവപ്പെട്ടൊരു കർഷകനെ കണ്ടു. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ. ഇവിടെ ഇങ്ങനെ കുറേ കർഷകരൊക്കെ ഉണ്ട്. അപ്പോൾ അയാളുടെ അടുത്തൊരു കഥ പറഞ്ഞു. പുള്ളി ബേസിക്കായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പണം ഒരിക്കലും നമ്മൾ സേവ് ചെയ്യരുത്. പണം സേവ് ചെയ്യുന്നൊരു വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങൾ വിചാരിക്കാറുണ്ടോ പണം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കപ്പെടും, അതായത് ഭാവിയിലേക്ക് ഉപയോഗിക്കാം, പണം സേവ് ചെയ്ത് നമ്മുടെ ഭാവി സെക്യൂർ ആയിരിക്കും എന്നൊക്കെ. എന്നാൽ ആ കൺസെപ്റ്റ് മൊത്തത്തിൽ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി ഒരു കഥ പറഞ്ഞു. ഞാൻ ആ കഥ അങ്ങനെ തന്നെ പറഞ്ഞുതരാം. അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു അയാൾക്ക് ഇങ്ങനെ ഒരു കട ഇടണം, ഭയങ്കര പണക്കാരനാണെന്നൊക്കെ. പക്ഷേ മടി കാരണം പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളിയുടെ ഭാര്യ പണിയെടുത്ത് പുള്ളിയെ നോക്കുമായിരുന്നു, വീട്ടുപണിക്കൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നു ചെറിയ വീട്ടിൽ. അത് കഴിഞ്ഞ് ഒരു ദിവസം പുള്ളിയുടെ കൊച്ചുമോനൊക്കെ വന്ന സമയത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന സമയത്ത് ഒന്നും ഇല്ലാതായി. പിന്നെ അവസാനം അങ്ങനൊരു ദാരിദ്ര്യം നേരിട്ട സമയത്ത് പുള്ളി പണിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പണിക്ക് പോയി പുള്ളി വല്ലവർക്കും വേണ്ടി പണിയെടുത്ത് കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ കിട്ടുന്നു. ഇവിടെ ഒന്നാമത് കൂലിയൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ ആ കിട്ടിയ കൂലിയൊക്കെ പുള്ളി കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഒരു മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. മരുന്ന് പറഞ്ഞാൽ അവർക്ക് പനിയൊക്കെ വരുമ്പോഴുള്ള മരുന്നൊക്കെ. പിന്നെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നി കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ തന്നെ ചിലവായി പോവുക. ഭക്ഷണം വാങ്ങിക്കുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, അങ്ങനെ തന്നെ തീർന്നു പോകണം. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ തോന്നി, അതായത് സേവിങ്സ് ആയിട്ടൊന്നും വരുന്നില്ലല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അർത്ഥമില്ലല്ലോ എന്ന് തോന്നി. അപ്പോഴാണ് അയാളുടെ ഒരു കടയിലൊക്കെ അവിടെ നിന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടത്, നമ്മൾ പൈസ സേവ് ചെയ്യണം, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവി സെക്യൂർ ആയിരിക്കും, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഭാവിയിലേക്ക് പണിയെടുക്കാൻ ജീവിക്കണമെങ്കിൽ സേവ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ പുള്ളി സേവ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലും കുറച്ച് പൈസ മാറ്റി വെക്കും. കിട്ടുന്ന കൂലിയുടെ കുറച്ച് വകകൾ കൊണ്ടുവന്നൊരു ഭരണിക്കകത്തിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ കൊച്ചുമോൻ ഒരു ദിവസം ഇത് കണ്ടു. എന്നിട്ട് അയാൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ സൂക്ഷിച്ച് വെച്ച് അയാൾ ഏകദേശം 2-3 ജാറ് പൈസ നിറച്ചെടുത്തു. പുള്ളി കിട്ടുന്ന പൈസയൊക്കെ ഇട്ടിട്ട് നിറച്ചെടുത്തു. അത് കഴിഞ്ഞ് അയാൾ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പോൾ ഇത്രയും പൈസ ആയല്ലോ, ഇത് ഒരുമിച്ച് കൂട്ടി വെച്ച് കുറേ അരി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ആ പൈസ എടുത്തുകൊണ്ട് പോയി. അത് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ചിട്ടാണ് അത്ര ആയത് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയപ്പോൾ അയാൾ 3 ചാക്ക് അരിയാണ് ചോദിച്ചത്. 3 ചാക്ക് അരി ചോദിച്ചപ്പോൾ അയാൾ കടക്കാരൻ പറയുക, 3 ചാക്ക് കിട്ടൂല, ഇപ്പം അരിയുടെ വില കൂടി, 2 ചാക്കേ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് ഭയങ്കര വിഷമം തോന്നി. അയാൾ ആ കിട്ടിയ സമയത്ത് തന്നെ സാധനം വാങ്ങിച്ചായിരുന്നെങ്കിൽ പോലും ഇതിൽ കൂടുതൽ കിട്ടിയേനെ. അങ്ങനെ പുള്ളി ഇങ്ങനെ അത് വാങ്ങിക്കാതെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ചെയ്ത് ഭയങ്കര മണ്ടത്തരമാണ്. ഉറപ്പായിട്ടും ആ സമയത്ത് വാങ്ങിച്ചാലും ഇതിൽ കൂടുതൽ സാധനം കിട്ടിയതിനെ. അപ്പോൾ പൈസ സേവ് ചെയ്തെല്ലാം വെറുതെ ആയില്ലേ. ഇതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെ വില എന്തെങ്കിലും കൂടും. അതായത് ബാക്കിയുള്ള എക്കോണമി വെച്ച് നോക്കുമ്പം ഇന്ത്യയുടെ എക്കോണമി വളരുന്നുണ്ട്, ഗ്രോയിങ് കൺട്രി കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. ഭാവിയിലേക്ക് പൈസയുടെ വില കുറഞ്ഞു വരും. പൈസയുടെ വിലയല്ല, പർച്ചേസിങ് പവർ കുറഞ്ഞു വരും, വിലയും കുറഞ്ഞു വരും. അപ്പോൾ കഥയുടെ ബാക്കി പറയാം. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചു, അതായത് ഇതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ ഈ പൈസയും വെച്ച് എന്ന് ആലോചിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സൈഡിൽ കൂടെ ഒരു സ്ത്രീ ഒരു പാലും മുട്ടയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടത്. കവറിനകത്ത് പാലും ഒരു കവർ മുട്ടയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കോഴികളെ വാങ്ങിച്ചു. എന്തൊരു ശേഖരിച്ച് വെച്ച പണം ഉണ്ടല്ലോ, ആ പണം വെച്ച് കുറച്ച് കോഴിയെ വാങ്ങിച്ചു, 2-3 കോഴിയെ വാങ്ങിച്ച് കോഴി ഫാം തുടങ്ങി. അങ്ങനെ കോഴി ഫാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സത്യം പറഞ്ഞാൽ അതൊരു തരം പുള്ളിയുടെ പണ്ടത്തെ ആഗ്രഹമായിരുന്നല്ലോ ബിസിനസ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ബിസിനസ് തുടങ്ങി, കോഴി ഫാം തുടങ്ങി, ഭാര്യയെ സഹായിച്ചു, മോനെ സഹായിച്ചു, കൊച്ചുമോനെ സഹായിച്ചു. എന്നിട്ട് അവർ നല്ലോണം വന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് പിന്നെ ഓക്കെ അവർ മുട്ട കഴിക്കും, മുട്ട വിൽക്കുകയും ചെയ്യും. ആ മുട്ട വിൽക്കുന്നതിൻ്റെ പൈസ വെച്ചിട്ട് എക്സ്ട്രാ വന്ന ലാഭം വെച്ചിട്ട് അവർ പിന്നെ കോഴിയെ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് അത്യാവശ്യം വലിയൊരു കോഴി ഫാം പുള്ളി ഉണ്ടാക്കി. ആ കോഴി ഫാമിൽ നിന്ന് ഇതിന് ശരിക്കും വഹിക്കുന്ന മനസ്സിലായത്, അതായത് പൈസ നമ്മൾ വെറുതെ വെച്ചിട്ട് കാര്യമില്ല, വളർത്തണം. ഇതിനാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ അയാൾ ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് ആ പൈസ ഉപയോഗിച്ച് പുള്ളി കൂടുതൽ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിനാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് കോഴി ഫാമുണ്ട്, അതിൽ നല്ല ലാഭം കിട്ടുന്നുണ്ട്. നല്ല ലാഭമല്ല, അവർക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാം, ഇതാണ് ബേസിക് ആയിട്ട് ഇൻഫ്ലേഷൻ്റെയും പൈസ സേവ് ചെയ്യുന്നതിൻ്റെ പ്രശ്നവും എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം. കാരണം പൈസയുടെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.